വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാവ്യശ്രുതിയിലേക്ക് അവർക്ക് സ്വാഗതം. ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മട്ടൻ കറിയാണ്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. മട്ടൻ കറിയിൽ മട്ടൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. 3/4 കിലോ മട്ടൻ, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരു 3 ഇടത്തരം വലുപ്പത്തിലുള്ള നേന്ത്രക്കായ തൊലി കളഞ്ഞിട്ട് അരിഞ്ഞിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി സ്റ്റൗ കത്തിക്കാം, വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് ഒരു സവാള ഇടാം. വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർക്കാം. വഴറ്റി ഒന്ന് വാടി വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. കറിവേപ്പില ഇടാം. ഒരു 3 പച്ചമുളക്, ചെറിയ ഉള്ളി ഒരു 10-15 ചെറിയ ഉള്ളി ഇടാം. ഒരു വലിയ തക്കാളി വഴറ്റി കൊടുക്കാം. ഒന്ന് വാടി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് 1 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കാം. ഈ ടീസ്പൂൺ കൊണ്ട് 2 ടീസ്പൂണോളം ഫുള്ള് മല്ലിപ്പൊടി ചേർക്കാം. മഞ്ഞളിട്ടിട്ടാണ് ഇത് വേവിച്ചേക്കണത്. ഇതിലേക്ക് മസാലപ്പൊടി ചേർക്കാം. ഇവിടെ പൊടിച്ച മസാലയാണ്, കട്ടി മസാല. അത് ഇതിലേക്കിടാം. 1 ടീസ്പൂണോളം നിറയ്ക്കുക. ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർക്കാം. ഇളക്കി കൊടുക്കാം. അതിലപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ആട്ടിറച്ചി കറിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കൊണ്ടു നോക്കാം. ഒക്കെ പാകത്തിനാണ്. എല്ലാവരും ട്രൈ ചെയ്തൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക് യു.